ഒരു സിംഗിൾ ഇൻ്റർവ്യൂവിൽ നമ്മളൊരു ചർച്ച തുടങ്ങി. പക്ഷേ ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളും അതിൽ നിന്ന് പിന്നെ ഉണ്ടായിട്ടുള്ള ഉള്ളവനുണ്ടായ ക്യൂരിയോസിറ്റിയൊക്കെ കൂടി കൊണ്ട് അദ്ദേഹം തുടർന്നുള്ള സംഭാഷണത്തിന് സമയം അനുവദിക്കുകയും അങ്ങനെ അതൊരു 3 ബ്രോഡ്കാസ്റ്റുകളുള്ള ഒരു സീരീസായിട്ട് ആ ചർച്ച മാറുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളെ പറ്റിയും പിന്നെ അദ്ദേഹത്തിൻ്റെ താത്വികമായിട്ടുള്ളതും പിന്നെ അതുപോലെ ബൗദ്ധികമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യുകയുണ്ടായി. പിന്നെ നമ്മുടെ മലയാള ഭാഷയുടെ കൾച്ചറിൻ്റെയൊക്കെ തന്നെ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒറിജിനെ പറ്റിയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മളോടൊപ്പം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു എന്നൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്, അതുകൂടെ നിങ്ങൾ അറിയണം. ഒരു ആത്മാന്വേഷിയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതുവരെ 40ഓളം കൃതികൾ, 40ാമത്തെ പുസ്തകം വരികയാണ്. അതിൽ 12 നോവലുകളുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് ഉല എന്ന് പറയുന്ന നോവലും അതിന് മുന്നേ ഉഷ്ണരാശി എന്ന് പറയുന്ന നോവലിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയതൊക്കെ.